ഹായ്, ഞാൻ ഡോക്ടർ ആതിര. ഹെയർ കെയർ സീരീസിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ്, ഹെയറിന്റെ ടൈപ്സ്, ഹെയറിന്റെ കെയറിംഗ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഹെയർ ഓയിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ഒരു ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ്, ഒരു ഹെയർ ഓയിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പർപ്പസ് ഓഫ് ഓയിലിംഗ്. എന്തിനാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലർക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഹെയറിൽ മുടി കൊഴിച്ചിൽ അങ്ങനെയൊന്നുമില്ല, ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ട്, സ്കാൽപ്പിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാം. ഒരു മെഡിക്കേറ്റഡ് ഓയിൽ അല്ലെങ്കിൽ കാച്ചിയ എണ്ണകളെക്കാളും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പ്ലെയിൻ ആയിട്ടുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്യൂറസ്റ്റ് ഫോമിൽ കിട്ടുന്ന ഒരു എണ്ണയാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ മുടിക്ക് വളരെ നല്ല എണ്ണയാണ്. വെന്ത വെളിച്ചെണ്ണയും കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. കുറച്ചും കൂടി വെന്ത വെളിച്ചെണ്ണയാണ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എല്ലാ ടൈപ്പ് ഹെയർസിനും യോജിക്കുന്ന ഒരു ഓയിലായിട്ട് പറയാറുള്ളത്. വെന്ത വെളിച്ചെണ്ണ കുറച്ചും കൂടി ഡീപ്പായിട്ട് നറിഷ് ചെയ്യുന്ന, മുടിയെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന, ഹെൽത്തി ആയിട്ട് വെക്കുന്ന ഒരു എണ്ണയാണ്. കൂടി ഒരു തിൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീസി ആൻഡ് ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ വെന്ത വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടി നല്ല ഓപ്ഷൻ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓയിലാണ് എള്ളെണ്ണ. എള്ളെണ്ണ കുറച്ചൊരു ചൂടുള്ള ഓയിലാണ്. അപ്പൊ നമുക്ക് മഴക്കാലത്തും തണുപ്പ് കാലത്തൊക്കെ എള്ളെണ്ണയും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാറുണ്ട്. പിന്നെ ആൽമണ്ട് ഓയിൽ പോലുള്ള മറ്റു ഓയിലുകളും നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെഡിക്കേറ്റഡ് ഓയിലിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എന്തായാലും നമ്മൾ എണ്ണ തേക്കില്ല, അപ്പൊ നമുക്കൊരു കാച്ചിയ എണ്ണ ഉപയോഗിച്ചുകൂടെ എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മെഡിക്കേറ്റഡ് ഓയിലിന്റെ ആവശ്യമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലം നമ്മൾ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് സ്ഥിരമായി കഴിഞ്ഞാൽ അത് അതിനോട് താതാത്മ്യം പ്രാപിക്കും. അപ്പൊ നമുക്ക് പിന്നീട് നമുക്കൊരു ചെറിയ ഇഷ്യൂ വരികയാണ്, അല്ലെങ്കിൽ ചെറിയ ഡാൻഡ്രഫ് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഹെയർ ഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള എണ്ണകളിൽ അത് നിർത്താൻ പറ്റില്ല. കാരണം നമ്മളെ മുടി ഓൾറെഡി പല പല മരുന്നുകളിട്ട് പ്രോസസ് ചെയ്ത എണ്ണ ശീലിച്ച് പോയതാണ്. അപ്പൊ നമ്മുടെ മുടിക്ക് അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ കുറച്ച് വലിയ വലിയ എണ്ണകളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മുടിക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള മരുന്നുകളിട്ട് പ്രോസസ് ചെയ്ത എണ്ണ തന്നെ അവർക്ക് വലിയ മരുന്നിന്റെ ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്ലെയിൻ ആയിട്ടുള്ള എണ്ണകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം സ്കാൽപ്പ്, അതായത് നമ്മളെ മുടി ഇരിക്കുന്ന സ്ഥലം, നമ്മൾ തലയോട്ടെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസിൽ പറഞ്ഞിരുന്നു മുടിയുടെ പോറോസിറ്റി അനുസരിച്ച് എങ്ങനെയാണ് എണ്ണ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പും അതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം അവിടെ പറഞ്ഞിരുന്നു. സ്കാൽപ്പിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് എങ്ങനെയുള്ളതാണെന്ന് അനലൈസ് ചെയ്യുക ആദ്യം. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണോ, ഓയിലി സ്കാൽപ്പാണോ, നമ്മുടെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ്, ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉള്ള, പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്ന ടൈപ്പ് സ്കാൽപ്പാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഓയിൽ ചൂസ് ചെയ്യാം. ഇപ്പൊ ഡ്രൈ ആണോ ഓയിലി എന്നൊക്കെ എങ്ങനെ മനസ്സിലാവും ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം എണ്ണ ഇട്ട് പിറ്റേന്നത്തേക്ക് മുടി നന്നായിട്ട്, അല്ലെങ്കിൽ സ്കാൽപ്പ് നന്നായിട്ടൊരു വലിച്ചിൽ പോലെ തോന്നുന്ന, ഒരു ഡ്രൈ ആയിട്ടുള്ള, എപ്പോഴും പൊടി പൊടിയായിട്ട് വരുന്ന, താരനൊക്കെ വരുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടാണ് വരുന്നത്. കുറച്ച് ദിവസം നമ്മൾ ഓയിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ, ഒരു വലിച്ചിൽ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആയിരിക്കും. അതുപോലെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ പ്രത്യേകിച്ചും എടുത്തു പറയാൻ, ഒരു കുറച്ച് ഓയിൽ ഇട്ടാൽ പോലും ഭയങ്കരമായിട്ട് എണ്ണമയം ഫീൽ ചെയ്യാം. ഇനി എണ്ണ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും നല്ല തൊട്ട് കഴിഞ്ഞാൽ ഒരു ഓയിലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പാണെന്ന് മനസ്സിലാക്കുക. പിന്നെ കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുകച്ചിലൊക്കെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും ചൂട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം കുറച്ചൊരു തീക്ഷ്ണമായിട്ടുള്ള എണ്ണകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ തലയ്ക്കൊരു പുകച്ചിലാണെന്ന് പറയില്ല. അപ്പൊ അങ്ങനെയുള്ളവർ കുറച്ചും കൂടി സൂതിങ് ടൈപ്പ് ആയിട്ടുള്ള ഓയിൽസ് ചൂസ് ചെയ്യാം. സൂതിങ് ആയിട്ടുള്ള ഓയിൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യുന്ന ടൈപ്പ് ഓയിൽസ് യൂസ് ചെയ്യുക. അങ്ങനത്തെ മരുന്നുകളിട്ട് പ്രോസസ്സ് ചെയ്ത എണ്ണകൾ യൂസ് ചെയ്യാം. ഇപ്പം ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നറിഷിങ് ആയിട്ടുള്ള, അതിന്റെ ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കുന്ന തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുക. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ വെന്ത വെളിച്ചെണ്ണ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. നമ്മുടെ സാധാരണ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണ കുറച്ചൊരു സ്കാൽപ്പ് ഒന്ന് ഡ്രൈ ആക്കുന്ന പ്രോപ്പർട്ടി ഉള്ള വെളിച്ചെണ്ണയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്ക് വെന്ത വെളിച്ചെണ്ണയാണ് നല്ലൊരു ഓപ്ഷൻ. ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള, സ്റ്റിക്നെസ് വളരെ കുറഞ്ഞിട്ടുള്ള ഓയിലാണ്. അതുപോലെ തന്നെ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയ്ക്കും സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആക്കി വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ട് ഓയിൽസും യൂസ് ചെയ്യാവുന്നതാണ് ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. എന്തെങ്കിലും അസുഖങ്ങളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് പോലെ നമുക്ക് എന്തെങ്കിലും താരൻ, അല്ലെങ്കിൽ സോറിയാറ്റിക് ഡാൻഡ്രഫ്, അല്ലെങ്കിൽ നമുക്ക് മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അസുഖം പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റിയ ശേഷം നമ്മളൊരു പെർമനന്റ് ആയിട്ടുള്ള എണ്ണ ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വട്ടത്തിൽ മുടി കൊഴിയുന്ന അസുഖമുള്ളവരൊക്കെ
സാധാരണ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് സാധാരണ മുടി വളരാനും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എണ്ണകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഡാൻഡ്രഫിന്റെ കാര്യം. ഡാൻഡ്രഫ് നമുക്ക് എപ്പോഴും ഹെയർ ഓയിൽ കൊണ്ട് മാത്രം ചിലപ്പോൾ മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോറിയാറ്റിക് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്രോണിക് ആയ കേസുകളിലൊക്കെ നമുക്ക് മെഡിക്കേഷൻസ് ആവശ്യമായിട്ട് വരും. ഇന്റേണലി നമുക്ക് മെഡിസിൻസ് കഴിക്കേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ അത് ചെയ്ത ശേഷം നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള ഓയിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെർബൽ ഇൻഫ്യൂഷൻസ് ആണ്. അതായത് നമ്മളെ കാച്ചെണ്ണകൾ, മരുന്നുകളിട്ട് കാച്ചിയെടുത്ത എണ്ണകൾ. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് മരുന്ന് കാച്ചുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കാച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, ലോങ് ടേമിൽ നമ്മൾ ഒരു എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ലോങ് ടേമിൽ യൂസ് ചെയ്താൽ പ്രശ്നങ്ങളില്ലാത്ത തരത്തിലുള്ള മരുന്നുകളിട്ട് പ്രോസസ്സ് ചെയ്ത എണ്ണയെ ഉപയോഗിക്കാവൂ. ഇപ്പൊ നമ്മൾ ചിലപ്പം ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ചില എണ്ണകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കുറേ മരുന്നുകൾ ഇട്ടിട്ട് മുടിക്ക് നല്ലതാണെന്ന് തോന്നുന്ന എല്ലാ മരുന്നുകളും ഇട്ടിട്ട്, താരൻ മാറ്റാൻ നല്ലതാണെന്ന് തോന്നുന്ന എല്ലാ മരുന്നുകളും ഇട്ടിട്ട് ചിലപ്പോൾ നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും താരനും മുടികൊഴിച്ചിലും എല്ലാത്തിനും കൂടെ ഒറ്റ മരുന്ന് എന്ന രീതിയിൽ നമ്മൾ ഒരു എണ്ണ ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യാറുള്ളത്. അത് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ടെൻഡൻസി അല്ല. കാരണം താരനുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് തീക്ഷ്ണമായിട്ടുള്ള ഫംഗസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ കണ്ടിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി ലോങ് ടേമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത മെഡിസിൻസ് ഒക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്ത, അല്ലെങ്കിൽ പച്ചമരുന്നുകളൊക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്ത എണ്ണകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് ഒരുപാട് കാലം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല ടെൻഡൻസി അല്ല. താരനൊക്കെ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് താരനുള്ള കുറച്ച് ഷോർട്ട് പീരീഡിലേക്ക് മരുന്ന് ഉപയോഗിക്കുക, അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു എണ്ണ നല്ലത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഒരു എണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലോങ് ടേമിൽ ഉപയോഗിക്കാൻ പറ്റിയ മരുന്നുകൾ ഇട്ട് മാത്രം കാച്ചിയ എണ്ണയായിരിക്കണം. പിന്നെ പോയിസണസ് ആയിട്ടുള്ള മരുന്നുകൾ ഇട്ട് കാച്ചിയ എണ്ണ ലോങ് ടേമിൽ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ താരനൊക്കെ നമ്മൾ എണ്ണകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മത്തിന്റെ ഇല, അതായത് ഡെറ്റുറ മീറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ഇലകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കായകൾ ഉപയോഗിക്കാറുണ്ട്, കുന്നിക്കുരു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചൊരു പോയിസണസ് പ്രോപ്പർട്ടി ഉള്ള മരുന്നുകൾ പോലും നമ്മൾ എണ്ണകളിലൊക്കെ കാച്ചാനായിട്ട് ഉപയോഗിക്കും. അതൊക്കെ ഷോർട്ട് പീരീഡിലേക്ക് ഉപയോഗിക്കാനായിട്ട് ആയുർവേദം നിർദ്ദേശിക്കുന്ന പല എണ്ണകളിലും ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന എണ്ണകളിലും ഇത് ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് അത്ര ബോഡിക്ക് അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എണ്ണകൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണെങ്കിലും സേഫ് ആയിട്ട് ലോങ് ടേമിൽ യൂസ് ചെയ്യാൻ പറ്റിയ എണ്ണകൾ മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എണ്ണകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് മിനറൽ ഓയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മിനറൽ ഓയിൽസ് ആഡ് ചെയ്തിട്ടുള്ള എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിതമായി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള എണ്ണകളൊക്കെ അധികകാലം ഉപയോഗിക്കുന്നത് നമുക്ക് ബോഡിക്ക് ദോഷം ചെയ്യും. നമ്മുടെ ഫുൾ ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പല എണ്ണകൾക്കും സാധിക്കും. സോ അതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുക. പിന്നെ പറയാനുള്ള കാര്യം, മറ്റ് അസുഖങ്ങളുള്ളവർ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് നീർവീഴ്ച. നീർവീഴ്ച ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് പല എണ്ണകളും ഉപയോഗിക്കാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ഒരു എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഏത് എണ്ണയാണോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് എണ്ണകൾ മാറ്റി മാറ്റി പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയറിന് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നീർവീഴ്ച ഉള്ളവരെ സംബന്ധിച്ച് എണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സമയം തലയിൽ വെക്കാതിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. നീർവീഴ്ച ഉള്ളവർ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളിട്ട് പ്രോസസ്സ് ചെയ്ത എണ്ണ ഉപയോഗിക്കുക. അപ്പൊ വീട്ടിലൊക്കെ എണ്ണ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തണുപ്പുള്ള മരുന്നുകൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ കണ്ട് കുറച്ച് ഉഷ്ണവീര്യമുള്ള മരുന്നുകളും കൂടി ചേർത്തിട്ട് നമ്മൾ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു നീർവീഴ്ച ഒരു പരിധിവരെ തടയാനാവും. അപ്പൊ നമ്മുടെ ഫാർമസിയിൽ തന്നെ ഹെയർ കെയർ ഓയിൽ നീർവീഴ്ച ഉള്ളവർക്കും നീർവീഴ്ച ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഓയിലാണ്. കാരണം ആ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഓയിലാണ്. അത് അമിതമായിട്ട് തണുപ്പ് ഉണ്ടാക്കില്ല, എന്നാൽ ചൂടും ഉണ്ടാക്കാത്ത ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. വീടുകളിലൊക്കെ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ശീതവീര്യത്തെ ബാലൻസ് ചെയ്യാൻ കണ്ട് ഉഷ്ണവീര്യമുള്ള മരുന്നുകൾ ചേർത്ത് എണ്ണ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിവിധി. ആ ഉഷ്ണവീര്യമുള്ള മരുന്നുകളിൽ ഒന്നാണ് നമ്മുടെ കരിഞ്ജീരകം. കരിഞ്ജീരകം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം ഹെയറിന് നല്ല ഗുണം ചെയ്യുന്ന അതേസമയം ഉഷ്ണവീര്യമുള്ള നമുക്ക് മറ്റു ദോഷങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് എണ്ണകളിൽ. ഉഷ്ണവീര്യമുള്ള മറ്റു മരുന്നുകളും ഉണ്ട്, കുരുമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എണ്ണകൾ ചേർക്കാറുണ്ട്. പക്ഷെ കുരുമുളകൊന്നും എടുത്ത് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കുറച്ചും കൂടി ഹെയറിന് അത്ര ഗുണം ചെയ്യുന്ന ഒരു മരുന്നല്ല. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഹെയറിന് കുറച്ച് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. കരിഞ്ജീരകം നല്ലൊരു അളവിൽ ചേർത്തുണ്ടാക്കുന്നത് എണ്ണകൾക്ക് നല്ല ഗുണം ചെയ്യും, പ്രത്യേകിച്ച് നീർവീഴ്ച ഉള്ളവരെ സംബന്ധിച്ച്. പുതിയതായിട്ട് നമ്മളൊരു ഓയിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്
ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഓരോ ആളുകളും ഓരോ തരത്തിലാണ് അവരുടെ സ്കിന്ന് റിയാക്ട് ചെയ്യുക. എല്ലാവർക്കും സൂട്ടബിൾ ആയ ഒരു സാധനം നമുക്ക് സൂട്ടബിൾ ആയിക്കോളണം എന്നില്ല. അപ്പൊ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരെണ്ണ നിർവീഴ്ചക്കുള്ളവർ ഒരെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവൂ. എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും ചില ആളുകൾക്ക് ചില എണ്ണകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു എണ്ണ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.